നിതീഷ് കുമാറിന്റെ മകന്റെ രാഷ്ട്രീയ പ്രവേശനം തടഞ്ഞ് ബി.ജെ.പി. വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്തും സംഭവിക്കാമെന്നിരിക്കെ കഴിഞ്ഞ തവണത്തെ ജനപ്രീതി നിതീഷ് കുമാറിനില്ല എന്നിരിക്കെയും നിതീഷ് കുമാറിന്റെ മകൻ നിശാന്ത് കുമാർ കളത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിലാണ് ബി.ജെ.പി. കരുനീക്കം നടത്തി മകന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ 43 സീറ്റുകൾ മാത്രം നേടിക്കൊണ്ട് മുഖ്യമന്ത്രി കസേര വിലപേശി വാങ്ങിയതൊഴിച്ചാൽ നിതീഷ് കുമാർ യാതൊരു തരത്തിലും ആ കസേരയിലിരിക്കാൻ യോഗ്യനല്ല. അതിനായി 2 തവണ സഖ്യം മാറിയ നേതാവ് കൂടിയാണ് നിതീഷ്. ഒടുക്കം ബി.ജെ.പിയിലേക്ക് ചേക്കേറി കസേര നിലനിർത്തുകയാണ് ചെയ്തത്. എന്നാൽ ഇത്തവണ എല്ലാം കൊണ്ടും നിതീഷിന്റെ രാഷ്ട്രീയ ഭാവി തുലാസിലാകുന്നതിനിടയിലാണ് RJD നേതാവ് നിതീഷിന്റെ മകൻ JDUവിനെ രക്ഷിക്കാൻ കളത്തിലിറങ്ങുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്. പക്ഷെ ബി.ജെ.പി. അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ബീഹാറിനായി പ്രത്യേക പാക്കേജുകൾ ഈ ബജറ്റിൽ അവതരിപ്പിച്ചതുപോലും ബി.ജെ.പിയെ ബീഹാറിൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടാൻ വേണ്ടി മാത്രമാണ്. ഒപ്പം JDUവിനെ തകർക്കുക എന്നതാണ് മുഖ്യ ലക്ഷ്യം. JDUവിന്റെ ഭാവി കണക്കിലെടുത്തുകൊണ്ട് ബീഹാർ മുഖ്യമന്ത്രിയും JDU നേതാവുമായ നിതീഷ് കുമാറിന്റെ മകൻ നിശാന്ത് കുമാർ എത്രയും വേഗം രാഷ്ട്രീയത്തിൽ ചേരണം എന്ന് തന്നെയാണ് RJD നേതാവ് തേജസ്വി യാദവ് പറയുന്നത്. ഇവിടെ അദ്ദേഹം ഞങ്ങളുടെ സഹോദരനാണ്, അദ്ദേഹം എത്രയും പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ശരത് യാദവ് രൂപവൽക്കരിച്ച JDUവിനെ ബി.ജെ.പി. തീർക്കുമെന്നാണ് തേജസ്വിയുടെ തുറന്നു പറച്ചിൽ. നിശാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം JDUവിനെ രക്ഷിക്കുമോ എന്ന ചോദ്യത്തിന് കുറഞ്ഞത് JDU നിലനിൽക്കുവാനുള്ള സാധ്യതയെങ്കിലും ഉണ്ടാകുമെന്നാണ് തേജസ്വിയുടെ പ്രതികരണം. നിശാന്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ബാക്കിയുള്ള ഭാവി കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ട് മാത്രമല്ല, ബീഹാറിലെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും തങ്ങളുടെ ആവശ്യം ഉള്ളത് കൊണ്ടാണ് എന്നും തേജസ്വി യാദവ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ വർഷം അവസാനം നടക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബി.ജെ.പി. നിതീഷ് കുമാറിനെ പ്രഖ്യാപിക്കുമെന്നും വരും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും മത്സരം എന്നുമുള്ളത് നിശാന്ത് കുമാറിന്റെ പ്രസ്താവന വലിയ വാർത്തയായിരുന്നു. സംസ്ഥാനത്ത് ഒട്ടേറെ വികസനങ്ങൾ കൊണ്ടുവന്ന മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ വീണ്ടും ജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ തവണ ജനം 43 സീറ്റുകളാണ് നൽകിയത്. ഇത്തവണ കൂടുതൽ സീറ്റുകൾ നൽകി വിജയം ഉറപ്പാക്കിയാൽ ഒരുപാട് വികസനം നടപ്പിലാക്കുമെന്നൊക്കെയാണ് നിതീഷ് കുമാറിന്റെ മകൻ നിശാന്ത് കുമാർ പറഞ്ഞത്. അത് വലിയ വാർത്തയായതുമാണ്. സംഘികൾ നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ പ്രവേശനം തടയുന്നു എന്ന് തന്നെ നേരത്തെയും തേജസ്വി യാദവ് പറഞ്ഞിട്ടുണ്ട്. നിശാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം തടയാൻ സംഘി ഘടകങ്ങൾ ഗൂഢാലോചന നടത്തുകയാണ്. നിതീഷ് കുമാറുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നിശാന്ത് ഞങ്ങളുടെ കുടുംബാംഗം പോലെയാണ്, അദ്ദേഹം രംഗത്തിറങ്ങിയാൽ JDUവിനെ രക്ഷിക്കാൻ പറ്റും. എന്നാൽ നിശാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം തടയൽ സംഘി ഘടകങ്ങൾ ഗൂഢാലോചന നടത്തുന്നു എന്ന് വീണ്ടും എടുത്തു പറയുകയാണ് തേജസ്വി യാദവ്. അതുപോലെ നിശാന്ത് കുമാറിന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ച് തേജസ്വിയുടെ സഹോദരനായ തേജ് പ്രതാപ് യാദവ് പ്രതികരിക്കുന്നുണ്ട്. നിശാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം JDUവിലൂടെ അല്ല RJDയിലൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് തേജ് പ്രതാപിന്റെ പ്രതികരണം.